നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസമാണ് PC ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല, കീഴടങ്ങി. PC ജോർജ് കീഴടങ്ങി എന്ന് തന്നെ പറയാം. കാരണം പോലീസ് വല വിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഹൈക്കോടതി ജാമ്യം തള്ളി, അതിനുശേഷം ജാമ്യാപേക്ഷ കൊടുത്തു. ഹൈക്കോടതി ജാമ്യം തള്ളിയതിനു ശേഷം PC ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, PC ജോർജ് ഒളിവിലാണ്, ഇതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പോലീസ് വല വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. വല വീശിയിട്ടൊന്നും കിട്ടിയില്ല. അവസാനം PC ജോർജ് കീഴടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വെച്ചാൽ ഈ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ആർജവം ഉണ്ടല്ലോ, വേറെ പലരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു ആർജവം, പക്ഷെ ഇതിനകത്ത് നമ്മൾ ആരെയും കണ്ടില്ല. അത് സത്യമായ കാര്യമാണ്. ഇതിനിടയിലാണ് PC ജോർജിനെ മകൻ ഷോൺ ജോർജ് ചാനലുകൾക്ക് കൊടുത്ത ഒരു പ്രസ്താവനയിൽ പറയുന്നത്, PC ജോർജാണ് ഇവിടെ കോടതി കൊണ്ടുവന്നത്, PC ജോർജാണ് അത് കൊണ്ടുവന്നത്, ഇത് കൊണ്ടുവന്നത് എന്നൊക്കെയാണ്. PC ജോർജ് കോടതി കൊണ്ടുവരാൻ PC ജോർജ് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണോ കോടതി നിർമ്മിച്ചത്? അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്തതാണോ എന്നാണ് ഇപ്പൊ മലയാളികളെല്ലാം ചോദിച്ചു തുടങ്ങിയത്. മറ്റൊന്നുമല്ല, MLA ഫണ്ടിൽ നിന്നാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ PC ജോർജ് കീശയിൽ നിന്ന് കാശെടുത്തിട്ട് ഞാനിവിടെ കോടതി നിർമ്മിക്കാൻ പോവുകയാണ്, ഞാനിവിടെ മറ്റേത് നിർമ്മിക്കാൻ പോവുകയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല. PC ജോർജ് സ്വന്തമായിട്ടൊന്നും ചെയ്ത കാര്യങ്ങളല്ലല്ലോ. ഏതൊരു ജനപ്രതിനിധിയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ സമയത്ത് ജനപ്രതിനിധിയായി ഇരുന്ന PC ജോർജ് ചെയ്തത്. പക്ഷെ അതാണ് ഇപ്പോൾ ഷോൺ ജോർജ് എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതെന്തായാലും ഒരുപാട് ട്രോളുകൾക്കൊക്കെ വിധേയമായിരുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ചുള്ള ചർച്ച റിപ്പോർട്ടർ ചാനൽ നടന്നിരുന്നു. ആ ചർച്ചയിൽ അഡ്വക്കേറ്റ് അരുൺകുമാറിന് ശനി ഞായറും പോലീസുകാർക്ക് അവധി ദിവസം ആയതുകൊണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കുറെ വാചകങ്ങളുണ്ട്. നമുക്കതും കേൾക്കാം. അതിന് മുമ്പ് നമുക്ക് ഷോൺ ജോർജ് പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇരാറ്റുപേട്ട CI ഓഫീസ് PC ജോർജ് ഉണ്ടാക്കിയതാണ്. PC ജോർജ് ഹാജരാകേണ്ട ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി PC ജോർജ് ഉണ്ടാക്കിയതാണ്. ഇരാറ്റുപേട്ട ഇന്ന് കാണുന്നതെല്ലാം PC ജോർജ് ഉണ്ടാക്കിയതാണ്. എന്തിനാ ഇരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തേക്കുന്നത് അല്ലെ? അപ്പോ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന CI ഉൾപ്പെടെ ഉള്ളവർ ഇരിക്കുന്ന സ്ഥലം PC ജോർജ് ഉണ്ടാക്കിയതാണ്. അതുപോലെ ജാമ്യാപേക്ഷ തള്ളിയ കോടതിയും ഇരിക്കുന്നത് PC ജോർജ് പണിഞ്ഞു കൊടുത്ത കോടതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. ഒരു ജനപ്രതിനിധി എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങൾ മാത്രമേ PC ജോർജ് ചെയ്തിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടൊന്നുമല്ലല്ലോ, സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് ഞാനിവിടെ CIയുടെ ഓഫീസ് നിർമ്മിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ കാശ് മുടക്കി ഞാൻ കോടതി നിർമ്മിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ഇത് ചെയ്തത്. ഈ പറയുന്ന ഷോൺ ജോർജിന് തന്നെ അത് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനിയിപ്പം എന്തുകൊണ്ടാണ് ഷോൺ ജോർജ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഉള്ള സംരംഭങ്ങളെല്ലാം PC ജോർജ് കൊണ്ടുവന്നാണെന്ന് പറയുന്നുണ്ട്. അതാരും നിഷേധിക്കുന്നില്ല. ആ സമയത്ത് PC ജോർജ് ഇരുന്ന സമയത്ത് PC ജോർജ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MLA ആയിട്ടിരുന്ന സമയത്തൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇതുപോലെ വിദ്വേഷ പ്രസംഗം നടത്തി അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിനെതിരെ ഒരു കേസ് വന്ന് അത് കോടതി തന്നെ അത് വിലയിരുത്തിയപ്പോൾ 2-3 പ്രാവശ്യം അതിന് വാണിംഗ് കൊടുത്തതാണ്. അതിനുശേഷം പിന്നെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനാണ് ഈ ഡയലോഗ്സ് ഒക്കെ വന്നത്. നമുക്കറിയാം PC ജോർജിനെ കുറിച്ച്. PC ജോർജ് ഇപ്പോൾ വാ തുറന്നു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തെ മാത്രം എതിർത്ത് മാത്രം സംസാരിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ PC ജോർജ് SDPയുടെ പിന്തുണയോടുകൂടി അവിടെ ജയിച്ചപ്പോൾ SDPക്കാർ എന്തൊരു വലിയ സംഭവമായിരുന്നു. അന്ന് പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് PC ജോർജ് SDPIയുടെ കൂടെ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കെതിരെയായിരുന്നു പ്രയോഗം. ഇപ്പോൾ SDPIക്ക് മനസ്സിലായി PC ജോർജിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ PC ജോർജിനെ കൈയൊഴിഞ്ഞു. അങ്ങനെ PC ജോർജ് 8 നിലയിൽ പൊട്ടി. PC ജോർജിന്റെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എല്ലാം കേട്ട ജനങ്ങള് PC ജോർജിനെ തോപ്പിച്ചു, ചുരുക്കം പറഞ്ഞാൽ. അങ്ങനെ തോറ്റു കഴിഞ്ഞപ്പോൾ PC ജോർജിന് പിന്നെ എന്തോ സംഭവിച്ചതെന്ന് അറിയില്ല. BJPയിലൊക്കെ പോയി ചേർന്നു. BJPയിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറയണ്ടായില്ല. പിന്നെ അങ്ങോട്ട് വർഗീയതയുടെ അങ്ങേയറ്റമാണ്. വായിൽ നിന്ന് വരുന്നതെല്ലാം ഒരു സമൂഹത്തിനും ഒരു സമുദായത്തിനെതിരെ മാത്രം, അതും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം. അതും പറയുന്ന വാക്കുകളോ പച്ചയ്ക്ക് പറയുകയാണ് ഓരോന്ന്. അതിനെയാണ് കോടതി തള്ളിക്കളഞ്ഞത്. പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഈ അറസ്റ്റ് എന്തുകൊണ്ടുണ്ടായി, ഈ അറസ്റ്റ് എന്തുകൊണ്ട് വൈകിച്ചു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് ശേഷം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, മറ്റുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാണിച്ച ഈ ഒരു ആർജവം എന്തുകൊണ്ട് PC ജോർജിന്റെ കാര്യത്തിൽ കാണിച്ചില്ല, അത് CPM-ഉം BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്നൊക്കെയായിരുന്നു ചാനൽ ചർച്ചയിൽ ഒരു സംവാദം നടന്നിരുന്നു. എന്തായാലും ആ സംവാദം നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും.
ചെയ്തു കൊണ്ടുപോയി തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതും ഹാജരാക്കി ഇപ്പം മജിസ്ട്രേറ്റ് പ്രോസിക്യൂഷൻ കേസൊക്കെ കേട്ടതിന് ശേഷം ജാമ്യം കൊടുത്ത നിരവധി സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് എല്ലാ സീമകളും ലംഘിച്ച് നടത്തിയ പ്രസ്താവന, അതിൽ പരാതി കിട്ടുന്നു. പരാതി കിട്ടുമ്പോൾ പോലീസിന് കേസെടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രാഥമിക പരിശോധന നടത്തണം. കാരണം ആ ചാനൽ ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള കോപ്പി എടുക്കണം, അത് ഒറിജിനൽ ആണോ എന്ന് നോക്കണം, പരിശോധിക്കണം. മറ്റു തരത്തിൽ പെട്ടെന്ന് തന്നെ കേസെടുക്കുന്നു. പിന്നീട് സെഷൻസ് കോടതിയിൽ പോകുന്നു ജാമ്യാപേക്ഷയുമായി. സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ അതിശക്തമായി തന്നെ ഈ പി സി ജോർജിന്റെ അഭിഭാഷകന്റെ വാദത്തെ തള്ളിക്കളയുന്ന തരത്തിൽ അല്ലെങ്കിൽ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. എല്ലാ തെളിവും ഹാജരാക്കുന്നു. സെഷൻസ് കോടതി ആ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം ഹൈക്കോടതിയിൽ വരുന്നു. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. അവിടെ വരുമ്പോഴും പ്രോസിക്യൂഷൻ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ഇതിനു മുമ്പ് അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രകടനങ്ങളുടെ മുഴുവൻ കോപ്പികൾ ഹാജരാക്കുന്നു, FIR-കൾ ഹാജരാക്കുന്നു. അത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞ ഇത്തരം കേസുകൾ ഇനി ഒരിക്കലും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന ഓർഡർ ഹാജരാക്കുന്നു. അതിൽ തന്നെ BA 4094/2022 ആ കേസിലും നോട്ട് ടു മേക്ക് എനി സ്പീച്ച് ഓർ സ്റ്റേറ്റ്മെന്റ് വിച്ച് വുഡ് ടെൻഡ് ടു റിസൾട്ട് ഇൻ കമ്മീഷൻ ഓഫ് ഓഫൻസ് അണ്ടർ ദി സെക്ഷൻ 153A 294A ഓഫ് IPC, അന്ന് IPC ഓഫൻസ് ആണ്. 2022 ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയ കേസിൽ, മതവിദ്വേഷം നടത്തിയ കേസിൽ ജാമ്യം കൊടുക്കുമ്പോൾ ഇതേ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2022 തന്നെ മറ്റൊരു കേസിൽ ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 3971/2022 ഒരിക്കലും ഇത്തരത്തിൽ ഉള്ള കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് പറയുന്നു. അതുപോലെ തന്നെ കന്യാസ്ത്രീ അധിക്ഷേപിച്ച കേസ്, ഹോട്ടൽ റൂമിൽ ആഹാരം എത്തിക്കാൻ വൈകിയതിന് അധിക്ഷേപിക്കുകയും ജീവനക്കാരനെ അടിക്കുകയും ചെയ്ത കേസ്, അങ്ങനെ നിരവധി കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളുടെ വിധിന്യായങ്ങളിലെല്ലാം സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ കോട്ടിംഗ് ആർഡുകൾ അടക്കം ജഡ്ജ്മെന്റുകൾ അടക്കം ഹാജരാക്കി അതിശക്തമായിട്ട് എതിർക്കുന്നു. ഹൈക്കോടതി ജാമ്യാപേക്ഷ അഡ്വക്കേറ്റ് അരുൺ, കാരണം പി സി ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോട്ടയം സെഷൻസ് കോടതി തള്ളിയത് ഫെബ്രുവരി 6-നാണ്. അതിനുശേഷം ശരി അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി. അവിടെ നിന്ന് തള്ളിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? എന്താണ് ഇന്ന്? ഇല്ല അല്ല, അവിടെ നിന്ന് തള്ളിയിട്ട് എന്താ, തള്ളിയതിനു ശേഷം ശനി ഞായറാണ്. കൃത്യം പറഞ്ഞാൽ 21-ാം തീയതിയാണ് തള്ളിയത്. 22-ഉം 23-ഉം ശനി ഞായറാണല്ലോ. അത് ശനി ഞായർ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ആ സമയത്ത് അദ്ദേഹം അവൈലബിൾ അല്ല. പോലീസ് കൃത്യമായിട്ട് അല്ല, ശനി ഞായർ കേരള പോലീസിന് അവധി, ഒരു തടസ്സമില്ല. ഞാൻ പറഞ്ഞ ഒരു തടസ്സമില്ല, അയാൾ അവൈലബിൾ അല്ല. അല്ല തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പറയാം, ശനി ഞായറും ഇന്നലെ തിങ്കളും കൃത്യമായി തന്നെ. അല്ല, പോലീസ് എവിടെയൊക്കെ പോയി എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. പി സി ജോർജിനായി പോലീസ് എപ്പോഴാണ് തിരച്ചിൽ തുടങ്ങിയത്? അല്ല, അതൊക്കെ പോലീസ് പറയേണ്ട കാര്യമാണ്. അതാണ് പറയുന്നത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അതിശക്തമായ പ്രതികരണം, ആ പ്രതികരണത്തിന്റെ ഒരു ചൂട് പോലീസിനുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടുള്ള ഒരു നീക്കത്തിലും. അതെന്തുകൊണ്ടാണ്? അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതിനെ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് PV അൻവറിന്റെ കാര്യത്തിൽ കണ്ട വേഗം, എന്തുകൊണ്ട് ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ, ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കണ്ട വേഗം, ആ ഒരു വേഗം പി സി ജോർജിന്റെ കാര്യത്തിൽ ഇപ്പോഴില്ല എന്നുള്ള ചോദ്യം. നിങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാഥയായി കൊണ്ടുപോയതാണല്ലോ നേരത്തെ. അല്ല, ഇതൊക്കെ ഇവിടെ മറ്റ് ഒരാളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വേഗത ഇല്ല എന്നൊക്കെ എത്ര ആരോപണം ഉന്നയിച്ചാലും ഇതേ പി സി ജോർജിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും എന്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ഞാൻ ആദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെടിവെച്ചു കൊല്ലുമെന്ന് ഇതേ പി സി ജോർജിന്റെ ഭാര്യ പറഞ്ഞതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഹൈക്കോടതിയുടെ വിധി ശൂന്യാകാശത്തുനിന്ന് വരുന്നതല്ല. ഞാൻ പറയട്ടെ ഹൈക്കോടതിയുടെ വിധി ശൂന്യാകാശത്തുനിന്ന് വരുന്നതല്ല. ഇവിടെ പോലീസ് നടത്തിയ അന്വേഷണവും പ്രോസിക്യൂഷൻ നടത്തിയ ശക്തമായിട്ടുള്ള ഇടപെടലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. അല്ലാതെ ഹൈക്കോടതി ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് എടുക്കുന്ന വിധിയല്ലല്ലോ. അതിശക്തമായിട്ടുള്ള നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചുകൊണ്ടും ഇത്തരത്തിൽ സമാനമായി മുമ്പ് നടത്തിയ പരാമർശങ്ങൾ അടക്കം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽക്കുന്ന സാഹചര്യം. അഡ്വക്കേറ്റ് അരുൺ, ഞാൻ ചോദിക്കുന്നത്, ഇത് യൂത്ത് കോൺഗ്രസ് പരാതി നൽകുന്നു. പരാതി നൽകിയ ശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് കേസെടുക്കുന്നത്. ഈരാറ്റുപേട്ട പോലീസ് യൂത്ത് ലീഗ് പരാതി നൽകുമ്പോൾ അതിൽ കേസെടുക്കാൻ വൈമുഖ്യം കാട്ടി എന്നടക്കമുള്ള കാര്യങ്ങളാണ് നവാസ് പറയുന്നത്. അതിന് മറുപടിയുണ്ടോ? പോലീസിന് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പോലീസ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പിന്നാക്കം പോകുന്നത്? താങ്കൾ പറഞ്ഞ ശരിയാണ്, നേരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ചരിത്രമുണ്ട്. അന്ന് അദ്ദേഹം ജനപക്ഷത്താണ്, ഇന്ന് അദ്ദേഹം BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. അതിന് മറുപടി ഉണ്ടോ? BJP ആകുമ്പോൾ കൈവറയ്ക്കുന്നുണ്ടോ പോലീസിന്?
അല്ല യൂത്ത് ലീഗിന് അതൊന്നുമല്ല, യൂത്ത് ലീഗിന് അങ്ങനെ പലതും പറയാം. ഈ സാഹചര്യം മനസ്സിലാക്കണ്ടേ? ഇതൊരു പൊതുയോഗത്തിൽ വെച്ച് നടത്തിയ പ്രസംഗം അല്ല, ഞാൻ പറയട്ടെ, ഒരു പൊതുയോഗത്തിലോ മറ്റേതെങ്കിലും ഉള്ള പരാമർശം അല്ലല്ലോ. ഇതൊരു ചാനൽ ചർച്ചയിൽ വെച്ച് നടന്ന പരാമർശമാണ്. അത് മതവിദ്വേഷം ഉണ്ടാകുന്നതോ രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമോ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമായാലും അതിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങൾക്ക് അരുൺകുമാർ കൊടുത്ത മറുപടിയിൽ എന്തെങ്കിലും മനസ്സിലായോ? അരുൺകുമാർ ശരിക്കും കടന്നു ഉരുളുകയാണ്. ഉരുളെന്ന് വെച്ചാൽ ഇതുപോലെ ഉരുളാൻ അരുണിനെ കൊണ്ട് പറ്റുന്നില്ല, വലുതായിട്ടൊന്നും ഉരുളാൻ പറ്റുന്നില്ല. മറ്റുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റുള്ള ആൾക്കാർക്ക് ഉരുളാൻ അറിയാവുന്ന നല്ല ആൾക്കാരുണ്ട്, ശരിക്കും ഉരുളും. പക്ഷെ അരുൺകുമാർ അത്രയും എക്സ്പീരിയൻസ് പോരാ. അതുകൊണ്ട് അരുൺകുമാർ അവിടെ എവിടെയും തൊടാതെ എന്തിന് ചോദിക്കുന്നു അതിനുള്ള മറുപടി അല്ല പറയുന്നത്. അരുൺകുമാറിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഈ ചർച്ചയിൽ തന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്ന് പറഞ്ഞു വന്നപ്പോഴേ അവിടെ പൊളിഞ്ഞു സംഭവം. എന്നുവെച്ചാൽ പോലീസുകാർക്ക് ലീവ് ഉള്ള രീതി ശനിയാഴ്ച ഞായറാഴ്ച അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് അവിടെ ചോദിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനും PV അൻവറിനും ഒക്കെ ഈ പറഞ്ഞതുപോലെ സത്യമാണ്, ജാഥ പോലെയാണല്ലോ കൊണ്ടുപോയത്, വലിയ വലിയ ന്യൂസാക്കി അവരെ അപ്പം തന്നെ തലേ ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ നീക്കങ്ങളായിരുന്നു നീക്കം നടത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ഇതൊന്നും PC ജോർജിന്റെ വിഷയത്തിൽ കണ്ടില്ല. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ തന്നെ PC ജോർജ് വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം PC ജോർജ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ന്യൂസുകളെല്ലാം കേട്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് PC ജോർജ് അവിടെ ഇല്ല, വേറെ എവിടെ പോയെന്നാണ്. പിന്നെ പോലീസ് വലവീശുകയൊക്കെ ചെയ്യുമായിരുന്നു. എവിടെ വലവീശിയാലും എന്ത് വീശി എന്ന് പറഞ്ഞാലും ഇതിൽ ഈ പറയുന്നതിൽ കുറെ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും PC ജോർജിനെ സർക്കാർ തലത്തിൽ സംരക്ഷിച്ചോ എന്നുള്ളൊരു സംശയം അത് തീർച്ചയായിട്ടും ആർക്കും ഉണ്ടാവുന്നത് തന്നെയാണ്. മറ്റുള്ളവരോട് കാണിച്ച ആ ഒരു ധൃതി അല്ലെങ്കിൽ ആ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൃതി PC ജോർജിന്റെ വിഷയത്തിൽ കണ്ടില്ല. അതിനി പറഞ്ഞതുപോലെ BJP ആയതുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നുണ്ടല്ലോ LDFും BJPയും ഒരേ കണ്ണികളാണ്, ഒരേ ഡയലോഗാണ് പറയുന്നത്, ഒരേ കാര്യങ്ങളിൽ ഒരേ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതിനാണ് ശ്രമിക്കുന്നത് എന്നിവരെ പറയുന്നുണ്ട്. അതിനെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ PC ജോർജിന്റെ വിഷയം വന്നപ്പോൾ തന്നെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ഈ പറയുന്നുണ്ട് അത് മാത്രമല്ല, യൂത്ത് ലീഗ് പരാതി കൊടുത്തതിന് ശേഷം പരാതി എടുക്കാൻ പോലീസ് തയ്യാറായില്ല. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരാതി തന്നെ സ്വീകരിക്കുന്നതും FIR എഴുതുന്നതും. അതിനുശേഷം കോടതി കൊടുക്കുന്നു, കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു, അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ഹൈക്കോടതി മുൻകൂർ അപേക്ഷ പിന്നെയും തള്ളുന്നു. അപ്പോൾ ഇത്രയും സാവകാശം കൊടുത്ത് കേരള പോലീസ് PC ജോർജിനെ സംരക്ഷിക്കുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും നമുക്ക് സംശയിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ PC ജോർജിനെ പോലുള്ള മതവിദ്വേഷം വളർത്തുന്ന അല്ലെങ്കിൽ വർഗീയത മാത്രം പറയുന്ന ഒരാൾക്ക് ഇത് അത്യാവശ്യവുമാണ്. ഇതുകൊണ്ടും ഇനി PC ജോർജ് പഠിച്ചില്ലെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇറങ്ങി വരുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് സൈലന്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ കോടതി ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് തന്നെ ഇത് പലവട്ടം ആവർത്തിച്ചു, അതിനാലാണ് ജാമ്യം നിഷേധിക്കുന്നത്. ഇത് 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. അപ്പൊ ഇത് പലതവണ ആവർത്തിച്ചത് കൊണ്ടാണ്, അതിനുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് കോടതി PC ജോർജിനെ റിമാൻഡിലേക്ക് വിട്ടത്. മാർച്ച് 10 റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ഇറങ്ങി വരുമ്പോൾ ഇനി ഒരു പുതിയ മനുഷ്യനായി വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുമോ എന്നൊക്കെ നമുക്കിനി കണ്ടറിയേണ്ട വിഷയമാണ്. അഥവാ PC ജോർജിന് പഴയ ശൈലിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇനി ഇതിലും വലിയ കേസുകെട്ടിലേക്കൊക്കെ ഇത് പോകും എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.